കൂട്ടുകാരെ, ഇന്ന് SSLC ക്ലാസ്സിലെ അടുത്ത കവിതയാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. പേര് സില ബിൻതി ലഡിക്കിയാം. അതായത് സില ബിൻതി ലഡിക്കിയാം എന്ന് വെച്ചാൽ എന്താണ്? സില എന്ന് വെച്ചാൽ നെൽമണികൾ, ബിൻതി എന്ന് വെച്ചാൽ പറക്കിക്കൊണ്ടിരിക്കുക, ലഡിക്കിയാം പെൺകുട്ടികൾ, അതായത് പെൺകുട്ടികൾ നെൽമണികൾ പറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കവിതയുടെ പേരെന്ന്. അപ്പോൾ ഇത് എഴുതിയ കവിയുടെ പേരാണ് ഏകാന്ത് ശ്രീവാസ്തവാണ് ഈ കവിതയുടെ ലേഖകൻ്റെ പേര്. അടുത്ത കവിത നോക്കാം നമുക്ക്. ദാൻ കാട്ടായി കെ ബാദ് ഗാലി ഗേത്തോ മേ वे रंगीन चिड़ियों की तरह उतरती है. सिला बिनने झुंड की झुंड और एक गेत में दूसरे गेत में उड़ती फिरती है. അതായത് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദുബരാജ് ഹോ വിഷ്ണുഭോഗ് യാ नाग केसर वे रंग और खुशबू से उन्हें पहचान लेती है. അപ്പോൾ അർത്ഥം നോക്കാം. ദാൻ കാട്ടായി എന്ന് വെച്ചാൽ എന്താണ്? കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം, കെ ബാദ് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം, ബാദ് എന്ന് വെച്ചാൽ ശേഷം, ഗാലി ഗേത്തോമേ, ഗാലി എന്ന് വെച്ചാൽ ഒഴിഞ്ഞ ആ ഗേത്ത് എന്ന് വെച്ചാൽ വയൽ, ആ ഒഴിഞ്ഞ വയലുകളിൽ എന്താണ്? വേ രംഗീൻ ചിടിയോ കി തരഹു ഉതർത്തിയേ. വേ എന്ന് പറയുന്നത് ആരാണ്? ഈ ലടുക്കിയ ഈ പെൺകുട്ടികൾ. രംഗീൻ എന്ന് വെച്ചാൽ നിറം, ചിടിയ എന്ന് വെച്ചാൽ പക്ഷികൾ, തരഹ് എന്ന് വെച്ചാൽ പോലെ, ഉദർത്തിഹെ ഇറങ്ങുന്നു. അതായത് വേ രംഗീൻ ചിടിയോ കി തരഹ് ഉദർത്തിഹെ, അവർ എന്താണ്? പല നിറത്തിലുള്ള പക്ഷികളെ പോലെ ഉദർത്തിഹെ ഇറങ്ങുന്നു. എവിടേക്ക് ഇറങ്ങുന്നു? ഈ ദാൻ കാട്ടായി കെ ബാദ് ഗാലി ഗേത്തോമേ, ഈ കൊയ്ത്ത് കഴിഞ്ഞ ഈ കാലിയായ വയലിലേക്കെന്ന്. ഇനി അടുത്ത് നോക്കാം. സില ബിന്നിനെ ചൂട്ടിക്ക് ചൂട്ട്, അവർ നെൽമണികൾ പെറുക്കുന്നു. ചൂട്ടിക്ക് ചൂട്ടെന്ന് വെച്ചാൽ കൂട്ടം കൂട്ടമായിട്ട്. അവർ ഏക് ഗേത്ത് സെ ദൂസരെ ഗേത്തുമേ, ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക്. ഉടുത്തി ഫിർത്തി ഹേ, പക്ഷികൾ പറക്കുന്നത് പോലെ അവർ പറന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ദുബരാജ് ഹോ വിഷ്ണുഭോഗ് യാ നാഗകേസർ, അതായത് ഓരോ നെൽമണികളുടെ പേരാണ് ദുബരാജും വിഷ്ണുഭോഗും നാഗകേസർ. വേ അവർ രംഗ് അവർ ഖുഷ്ബൂസെ ഉനെ പഹഞ്ചാൻ ലതേ. വേ എന്ന് വെച്ചാൽ ലടുക്കികൾ, രംഗ് അവർ ഖുഷ്ബൂസ് നിറം കൊണ്ടും സുഗന്ധം കൊണ്ടുമാണ്, ഉനെ പഹഞ്ചാൻ ലതേ ആ നെല്ലുകളെ തിരിച്ചറിയുന്നതെന്ന്. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാലി ഗേത്തോമേ ലടിക്കാൻ ക്യോം ആത്തി ഹോഗി. ഈ ഗാലി എന്ന് വെച്ചാൽ ഒഴിഞ്ഞ, ഗേത്തോമേ വയലിൽ പെൺകുട്ടികൾ, ക്യോം ആത്തി ഹോഗി എന്തിനാണ് വന്നിട്ടുണ്ടാകാമെന്ന്. അടുത്ത നോക്കാം. ദാനിക്ക് പഹഞ്ചാനിക്ക് ക്ഷമത ലടിക്കോ കോ കൈസ മിലി ഹോഗി. ഈ ദാനിക്ക് പഹഞ്ചാൻ എന്ന് വെച്ചാൽ എന്താണ്? ധാന്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, ക്ഷമത എന്ന് വെച്ചാൽ കഴിവ്. ലടിക്കോ കോ കൈസ മിലി ഹോഗി, ഈ പെൺകുട്ടികൾക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഹായ് കൂട്ടുകാരെ, ഈ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SLC കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.